നമസ്കാരം. പ്രധാന വാർത്തകൾ. വീണ വിജയന് തിരിച്ചടി. കേന്ദ്ര ഏജൻസികൾ വേട്ടയാടുകയാണ് എന്ന പിണറായി വിജയന്റെ വാദം പൊളിഞ്ഞു. മാത്യു കുഴൽനാടൻ. സംസ്ഥാനത്ത് ചൂട് കൂടും. 4 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് നാളെ കൊടിയേറ്റം. അവസാനഘട്ട ഒരുക്കത്തിൽ തലസ്ഥാന നഗരം. വാർത്തകൾ വിശദമായി. SFIO അന്വേഷണത്തിനെതിരെ വീണ വിജയന് തിരിച്ചടി. കർണാടക കോടതിയുടെ വിധി പ്രതീക്ഷിച്ചതെന്ന് മാത്യു കുഴൽനാടൻ. വീണ കേസ് നൽകേണ്ടിയിരുന്നത് കേരള ഹൈക്കോടതിയിലായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കേസ് കേരള ഹൈക്കോടതി പരിഗണിക്കുന്ന സാഹചര്യത്തിൽ അതായിരുന്നു ശരിയായ രീതി. കേന്ദ്ര ഏജൻസികൾ വേട്ടയാടുകയാണ് എന്ന പിണറായി വിജയന്റെയും CPMന്റെയും വാദം പൊളിഞ്ഞു. ഇനിയെങ്കിലും മുൻ നിലപാട് തിരുത്താൻ CPIM തയ്യാറാകുമോ എന്നും മാത്യു കുഴൽനാടൻ ചോദിക്കുന്നു. അന്വേഷണം മുഖ്യമന്ത്രിയിലേക്ക് നീണ്ടാൽ അതിനെ തെറ്റു പറയാൻ കഴിയില്ലെന്നും ഇതുമായി ബന്ധപ്പെട്ട് 2ാം ഘട്ട രേഖകൾ ഉടൻ വെളിപ്പെടുത്തുമെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ്. 4 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. കണ്ണൂർ, കോട്ടയം, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടുമെന്ന് മുന്നറിയിപ്പ്. ഇന്നും നാളെയും കണ്ണൂർ ജില്ലയിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, കോട്ടയം ജില്ലയിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ആറ്റുകാൽ പൊങ്കാല മഹോത്സവം നാളെ ആരംഭിക്കും. അവസാനഘട്ട ഒരുക്കത്തിലാണ് തലസ്ഥാന നഗരം. കുംഭമാസത്തിലെ പൂരം നാളായ 25-നാണ് ഭക്തർ പൊങ്കാല സമർപ്പിക്കുന്നത്. 27-ന് ഉത്സവം സമാപിക്കും. നാളെ രാവിലെ 8-ന് ദേവിയെ കാപ്പ് കെട്ടി കുടിയിരുത്തുന്നതോടെയാണ് ഉത്സവം ആരംഭിക്കുന്നത്. നാളെ വൈകിട്ട് 6-ന് കലാപരിപാടികളുടെ ഉദ്ഘാടനം നടി അനുശ്രീ നിർവഹിക്കും. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.